കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. 105-ാം സങ്കീർത്തനം അതിൻ്റെ 39-ാമത്തെ വാക്യം. അവൻ തണലിനായി ഒരു മേഘത്തെ വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടും അതിനെ തുടർന്ന് ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരുക്കിയ കരുതലുകളും സംരക്ഷണവും ഇതെല്ലാം പിന്നെയും അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 105-ാമത്തെ സങ്കീർത്തനം. ഈ ഭാഗം നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വഴികളെ അവരുടെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയാണ് ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കേണ്ടതില്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയായിരിക്കണം. അപ്പോൾ അവരുടെ പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയൊക്കെയാണ് ഈ സങ്കീർത്തനം രചിക്കപ്പെടുന്നത്. ആസാഫിനാൽ രചിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു. അടുത്ത് പറയുന്ന വാചകം, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അപ്പം മേഘം വിരിക്കുന്നതിൻ്റെ കാര്യം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ പറയുന്നത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. അപ്പം അതാണ് അതിൻ്റെ എന്തുമാണ് പകൽ മേഘസ്തംഭം? നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തുള്ള പ്രയാണം മരുഭൂമിയിലൂടെയായിരുന്നു. മരുഭൂമിയിലെ വെയിൽ തന്നെ സഹിക്കാൻ കഴിയാത്ത ചൂട് അല്ലേ? ഇപ്പോഴത്തെ നമുക്കറിയാം, ഇപ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ നേരിടുന്ന ചൂടിൻ്റെ ആധിക്യം നമുക്കെല്ലാവർക്കും അറിയാം. ഫാന് ഇട്ടാലും എത്ര ഫാന് വെച്ചാലും ആ ചൂടിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മേഖലയിലാണ് ഇപ്പോഴത്തെ ചൂട് നമ്മുടെ നാട്ടിൽ നിൽക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ മരുഭൂമിയിലെ ചൂടിനെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം ആ മരുഭൂമിയിലെ ചൂട് ഇസ്രായേൽ ജനത്തിൻ്റെ ദേഹത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ നടത്തത്തെയോ അവരുടെ യാത്രകളെയോ അവരുടെ ആരോഗ്യത്തെയോ ബാധിക്കാതിരിക്കാൻ വചനം പറയുന്നു, മേഘം അവർക്ക് തണലായി വിരിക്കപ്പെടുകയാണ് ചെയ്തത് അല്ലേ? അതാണ് പകൽ മേഘസ്തംഭം. രാത്രിയെ ശ്രദ്ധിച്ച്, രാത്രി ഇരുട്ടാണ്. നമ്മുടെ യാത്രകൾ, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ യാത്രകൾ നിരന്തരമായിരുന്നു. രാവോ പകലോ എന്നില്ലാതെ അവരിങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. മേഘം എവിടെയാണോ ഹോൾഡ് ചെയ്യപ്പെടുന്നത്, എവിടെയാണോ താഴുന്നത്, അവിടെ മാത്രമാണ് അവർ യാത്ര നിർത്തിവെച്ചിരുന്നത്. ഇല്ലെങ്കിൽ ദൈവിക ന്യായപ്രമാണത്തിൽ നിന്നോ ദൈവം കൽപ്പിച്ച കൽപ്പനകളിൽ നിന്നോ വ്യതിചലിക്കുമ്പോൾ അതിനുള്ള ശിക്ഷാ കാലഘട്ടം എന്നതിനൊക്കെ പലപ്പോഴും യാത്രകൾ നിർത്തപ്പെടേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ യാത്രകൾ രാവും പകലും ഒരുപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം രാത്രി അന്ധകാരം, ഇരുട്ടിനെ മറയ്ക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അതിനെ പ്രകാശമാക്കാൻ വേണ്ടി അഗ്നിസ്തംഭമായി ദൈവം ഇറങ്ങി വന്നു. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ 105-ാം സങ്കീർത്തനത്തിൻ്റെ 39-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണേ. അവർക്ക് തണലിനായി മേഘത്തെ വിരിച്ചു. എന്തുവാണ്? നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പലപ്പോഴും നമ്മുടെ യാത്രകളെ മുടക്കുന്നതാണ്. നമ്മുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന വാഗ്ദത്തങ്ങളെ തടയുന്നതാണ്. ആ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വണ്ണം നമ്മളെ തടഞ്ഞു വയ്ക്കുന്ന മേഖലകളായി, ഇല്ലെങ്കിൽ ചൂടായി, മരുഭൂമിക്ക് സമാനമായ പ്രയാസങ്ങളായിട്ട് അത് മാറുന്ന സാഹചര്യങ്ങളുമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുക, മരുഭൂമി എന്ന ചൂടിൻ്റെ ആധിക്യം നിമിത്തം നീ തകർന്നു പോകാതിരിപ്പാൻ, പ്രതിസന്ധി ജീവിതത്തിൻ്റെ അകത്തിന് കയറി വരുന്ന ചൂട് പോലുള്ള പ്രയാസങ്ങൾ, ചൂട് പോലുള്ള രോഗാവസ്ഥകൾ, ചൂട് പോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, കടുത്ത വെയിലിൻ പോലുള്ള പ്രതിസന്ധിയുടെ മേഖലകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കുന്ന രീതിയിൽ തണലായി ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കുക. ജീവിതത്തിൽ ഇന്ന് വരെ നീ അനുഭവിച്ചു കൊണ്ടിരുന്ന കഠിനമായ ചൂടുണ്ടല്ലോ, മരുഭൂമിക്ക് സമാനമായ കഷ്ടതയുണ്ടല്ലോ, അതിനെല്ലാം മറയ്ക്കുന്നൊരു തണലായി ഇന്ന് പ്രഭാതത്തിൽ ഒരു മേഘം നിൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് പറയുന്നത്. അവൻ നമുക്ക് തണലായി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ തണലിൻ്റെ രൂപത്തിൽ അവിടുത്തെ മഹാസാന്നിധ്യത്തെ അവിടെ ഞങ്ങളുടെ നടുവിൽ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ടും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.